എല്ലാവർക്കും നമസ്കാരം. പീരീഡ്സ് സമയത്തെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മരുന്നൊന്നും ഇല്ലാണ്ട് തന്നെ മാറിപ്പോകാൻ വേണ്ടിയിട്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ പറ്റുന്നതാണ്. ഒരുപാട് വയറുവേദന, നടുവേദന, ഛർദി, തലവേദനയുള്ള ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ കൂടെ നിങ്ങൾ കുളി ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന പോലെ പീരീഡ്സ് വരുമ്പോൾ കുളിക്കാതിരിക്കലാണ് ശരീരത്തിന് വേണ്ടത്. അതുപോലെ പീരീഡ്സ് എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം വിശപ്പ് കുറവുള്ള സമയത്ത് വിശക്കുമ്പോൾ മാത്രം ആഹരിക്കുക. അത് ലൈറ്റ് ഫുഡ് കൊടുക്കുക. വേദനയുള്ള സമയത്താണെങ്കിൽ വിശപ്പ് നന്നേ കുറവായിരിക്കും. അപ്പോൾ ആ വേദന പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രം ലൈറ്റ് ഫുഡുകൾ കഴിച്ചുകൊണ്ട് നന്നായിട്ട് വിശ്രമിച്ച് കഴിഞ്ഞാൽ ഈ പീരീഡ്സിൻ്റെ വേദന മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ഒന്നാമത്തെ മാസം തന്നെ പോകണമെന്നില്ല. 2-3 മാസം ആകുമ്പോഴത്തേക്ക് കുറഞ്ഞു വന്ന് പിന്നെ പീരീഡ്സ് വേദന ഇല്ലാത്തൊരു പീരീഡ്സ് ആയിട്ട് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി ഒഴിവാക്കലാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിനൊരു ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ചൂട് എന്തെയും അത് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് മരുന്ന് കുടിക്കുന്നത് ആരോഗ്യകരമല്ല. വേദനയുടെ മരുന്ന് ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് തരാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. അതിന് ചിലയാൾക്ക് പീരീഡ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നടുവേദനയും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ പീരീഡ്സ് ആവുന്നതിന് മുന്നേ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ദിവസം മുതൽ നന്നായിട്ട് വിഷന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്താൽ, അത് പറ്റുമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാക്കിയിട്ട് ആ ഒരു ദിവസം മുതലേ നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ ഹീലിംഗ് പ്രവർത്തനം പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. 2-3 മാസം ആ ഒരു പ്രയാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദനയില്ലാത്ത പീരീഡ്സ് ഉണ്ടാവുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് രാത്രി കൃത്യമായിട്ട് 9 മണിക്ക് തന്നെ ആ ടൈമിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഭാരമുള്ള ജോലികളൊക്കെ കഴിവതും ഒഴിവാക്കി റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റണം. അതുപോലെയാണ് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അധികം ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഫോണും TV ഒക്കെ യൂസ് ചെയ്യും. അതൊക്കെ ആ മാനസികമായിട്ടുള്ള ചിന്തകൾക്കുള്ള സ്ട്രെസ്സും കൂടെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുന്നത് പരമാവധി കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിശ്രമം ഉറപ്പ്. അതിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം മാത്രം ആ ടൈമിന് കുടിക്കുക. ഓവറായിട്ടൊന്നും കുടിക്കേണ്ട. ദാഹം ഉള്ളപ്പോൾ മാത്രം വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാകുക. ഉറക്കം 9 മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ശരീരത്തിൻ്റെ ഹീലിംഗ് പ്രവർത്തനം നടക്കുകയുള്ളൂ. വിശ്രമം കിടക്കൽ മാത്രമൊന്നുമല്ല, ബാക്കി ചെറിയ പണികളൊക്കെ എടുക്കാം. ഭാരപ്പെട്ട ജോലികൾ കഴിവതും ആ സമയത്ത് ചെയ്യാതിരിക്കുക. മാനസികമായിട്ടും നല്ലൊരു സമാധാനം നമുക്ക് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പണ്ട് കാലത്ത് പറയും പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന്. ഇന്ന് എല്ലാവർക്കും വരുന്നുണ്ട്. കാരണം എല്ലാവരും മരുന്നിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ പീരീഡ്സ് നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റാക്ക് പോലുള്ള സ്ത്രീകൾക്കുള്ള പല അസുഖങ്ങളും മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ പീരീഡ്സിലൂടെ നമ്മുടെ ഒരു ഹീലിംഗ് പ്രവർത്തനമാണ് ശരീരത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പീരീഡ്സ് വരുന്ന സമയത്ത് ഗർഭപാത്രത്തിന് നന്ദിയുള്ളവരായിട്ട് നിൽക്കുകയാണ് ഏറ്റവും വേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ബോഡിയിൽ കൂടെ നടക്കുന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ആ ഒരു നന്ദി, ഗർഭപാത്രം എന്ന അവയവം പ്രവർത്തിക്കുന്നതിൽ നന്ദി എന്നുള്ളൊരു ചിന്തയിലും കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഹീലിംഗ് പ്രോസസ്സൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുകയും പെയിനില്ലാത്തൊരു ആർത്തവം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.